കൊച്ചി യുകെയിലെ കൊച്ചു കൊച്ചു വിശേഷങ്ങളായിട്ട് വന്നതാണ്. തീർച്ചയായിട്ടും ചില ന്യൂസുകൾ നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട്, നിങ്ങൾ അറിയിക്കേണ്ടതായിട്ടുണ്ട്. സോ അതുകൊണ്ട് ചെറിയൊരു വീഡിയോ ആണ്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ, സോഷ്യൽ മീഡിയ എനേബിൾ ചെയ്യുക, ഷെയർ ചെയ്യാം. നിങ്ങളുടെ സുഹൃത്തുക്കൾ എല്ലാവർക്കും ഒന്ന് അയച്ചു കൊടുത്തേക്ക്. അപ്പോൾ നിങ്ങൾ അറിഞ്ഞോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ചില ഡെയിലി ന്യൂസുകൾ ഉണ്ടാവുണ്ടല്ലോ. എൻ്റെ ഇടയിൽ ചെറിയ ചില ന്യൂസ്. ഫസ്റ്റ് തന്നെ ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവാൻ വഴിയുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, എങ്കിലും പറയട്ടെ. നിങ്ങളുടെ കയ്യിൽ സ്വർണ്ണമുണ്ടോ? സ്വർണം നമുക്കറിയാം, മലയാളികൾ ഇതിനു മുമ്പ് ഞാൻ 1-2 പ്രാവശ്യം ഇതേപോലെ മലയാളികളുടെ വീടൊക്കെ കുത്തിപ്പൊളിച്ച് സ്വർണ്ണം അടിച്ചുകൊണ്ട് പോകുന്ന സമയത്തൊക്കെ വീഡിയോ ചെയ്തിട്ടിട്ടുണ്ട്. വീണ്ടും പറയുക, പുറത്ത് സ്വർണ്ണം ഇട്ട് നടക്കുന്ന ആളുകൾ, നിങ്ങൾ ഉദ്ദേശം നടക്കുന്നുണ്ട് നല്ല രീതിയിൽ. 4 ആൾ നോക്കണം, കുറച്ച് പേരെ കാണിക്കണം എന്നുള്ള. ഇവിടെ ഇല്ലെങ്കിൽ UK സ്വർണം യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ്? ഇവിടെ എനിക്കൊന്നും അറിഞ്ഞൂടാ. നമ്മുടെ ഏഷ്യൻസ് മാത്രമല്ല സ്വർണം യൂസ് ചെയ്യുന്നത്, വേറെ ആരെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടോ? ഒക്കെ ഇവിടെ റോൾ ഗോൾഡും അതുപോലെ തന്നെ മറ്റേ ചെയിൻസൊക്കെ ഇട്ടിട്ടാണല്ലോ ആൾക്കാർ നോർമലി പോകുന്നത്. പക്ഷെ എന്തായാലും കൊള്ളാം. സ്വർണം അടിച്ചുകൊണ്ട് പോകാനായിട്ട് ഒരു ഗ്രൂപ്പ്, അത് പണ്ടേ ഉണ്ടല്ലോ, നമുക്കറിയാം. കാറുള്ളവൻ്റെ നല്ല കാറുള്ളവൻ്റെ കാറ് അടിച്ചുകൊണ്ട് പോകും. അതിപ്പോൾ കാറിൻ്റെ ബ്രാൻഡ് അനുസരിച്ചിട്ടാണ്. ഇപ്പോൾ ഡിഫൻഡർ പോലുള്ള സാധനങ്ങളൊക്കെ ആണെങ്കിൽ ഒരു വിഭാഗം കള്ളക്കാർ അത് മാത്രമേ നോക്കുകയുള്ളൂ. പിന്നെ ചെറിയ വണ്ടികൾ എടുത്തിട്ട് പോകുന്നവരുണ്ട്, വലിയ നല്ല വണ്ടികൾ എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. പിന്നെ ഈ സൈക്കിൾ അടിച്ചുകൊണ്ട് പോകുന്നുണ്ട്, ബൈക്ക് അടിച്ചുകൊണ്ട് പോകുന്നുണ്ട്, ഫോൺ അടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. പിന്നെ എന്താ പറയുക, ഭീഷണിപ്പെടുത്തി വാലറ്റ് വരെ തട്ടിക്കൊണ്ട് പോകുന്നുണ്ട്. അങ്ങനെയുള്ള എല്ലാ സകല തട്ടിപ്പൊട്ട് തരികിട കള്ളന്മാരും ഇവിടെ ഉണ്ട്. അതിനിടയിൽ സ്വർണ്ണം അടിക്കുന്ന ഒരു ഗ്യാങ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ സ്വർണ്ണമൊക്കെ ഇട്ട് പുറത്ത് പോകുന്ന സമയത്ത് നിങ്ങളെ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ചിലരുണ്ടാവും. പിന്നെ ഈ കൊള്ളയെന്ന് ഒരു ദിവസം കൊണ്ട് പ്ലാൻ ചെയ്ത് ചെയ്യുന്നതല്ല കേട്ടോ. ഇതൊക്കെ അവർ കുറച്ചധികം നാളത്തെ പ്ലാനിങ്ങിലൂടെയും നിങ്ങളെ ഡീറ്റെയിൽ നിങ്ങളെ അറിയുന്നതിനെക്കാട്ടി കൂടുതൽ അവർക്ക് ചിലപ്പോൾ നിങ്ങളെ അറിയായിരിക്കും. നിങ്ങളെപ്പോൾ പോവും, എപ്പോൾ വരും, ആരൊക്കെയുണ്ട്, എത്ര പേരുണ്ട്, അവരൊക്കെ എന്തൊക്കെ ചെയ്യുന്നു, എവിടെയൊക്കെ പോകുന്നു വരുന്നു, എല്ലാം കറക്റ്റ് ഇൻഫർമേഷൻസ് അനുസരിച്ച് നല്ല സമയം ഒത്തു കിട്ടുമ്പോൾ വീട് കുത്തിപ്പൊളിച്ച് കയറി എല്ലാം അടിച്ചുകൊണ്ട് പോകും. ഓക്കെ, ഇനിയിപ്പോൾ നിങ്ങൾ എവിടെയൊക്കെ ഒളിപ്പിച്ച് വെക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീലിങ്ങിൻ്റെ മുകളിലോ, ഇലയിൽ കൊണ്ടുപോയിട്ട് വാഷ്റൂമിലോ, ഇല്ലെങ്കിൽ അരിൻ്റെ അകത്ത് പൂഴ്ത്തി വെക്കുന്ന പരിപാടിയോ, ഇനിയിപ്പോൾ ബെഡിൻ്റെ ഇടയിലോ, തലയാണിൻ്റെ ഇടയിലോ, ഇനിയിപ്പോൾ നിങ്ങൾ വേസ്റ്റ് ബാസ്ക്കറ്റിലോ, ഇനി അപ്പുറത്തെ ഷൂവിൻ്റെ ഇടയിലോ, പുറത്ത് ഗാർഡനിലോ കൊണ്ടുവച്ചിട്ടും ഒരു കാര്യമൊന്നുമില്ല. ഇവന്മാരെ ഡിറ്റക്ടറും കൊണ്ടുവരും. ഈ ഡിറ്റക്ടറും കൊണ്ട് വന്നിട്ട് തലകം സെർച്ച് ചെയ്ത് ഗോൾഡ് കണ്ടെത്തും. ഗോൾഡ് അവിടെ ഉണ്ടെങ്കിൽ കണ്ടെത്തും, കൊണ്ടുപോകും എന്നുള്ളത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ. അധികം ഒളിപ്പിച്ച് വെക്കാൻ നിൽക്കരുത് എന്നുള്ളതാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ വീട് മൊത്തം അലങ്കോലമൊക്കെ ഇട്ട് പോകുന്ന ആളുകൾ, മനസ്സിലായോ? അപ്പോൾ മലയാളികൾ ഉൾപ്പെടെ ഒരുപാട് പേര് നല്ല രീതിയിൽ സ്വർണം ഇടുന്നവരുണ്ട്. സൂക്ഷിക്കുക, പുറത്തേക്ക് ഇട്ടുകൊണ്ട് പോകാതിരിക്കുക. സ്വർണ്ണം ഇടാൻ നിങ്ങൾ നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ വീട്ടിനകത്തിടുക. വീട്ടിനകത്തോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഫംഗ്ഷൻ പോകുമ്പോൾ വണ്ടിക്കകത്തൊക്കെ പോയിട്ടിടുക. ഇത് പുറത്തോട്ട് ഇട്ട് നടക്കുമ്പോൾ ആൾക്കാർ നോക്കും, പുറകിൽ വരും, പിടിച്ചിടിക്കുമെന്നില്ല, അവന്മാർ വന്ന് കൊണ്ടുപോകും. ഈ ഒരു ന്യൂസ് ഷെയർ ചെയ്യണമെന്ന് തോന്നി ഷെയർ ചെയ്തു. ഇഷ്ടപ്പെടുന്നവർ നല്ല രീതിയിൽ എടുക്കുക, അല്ലാത്തവർ അവരെന്തോ ചെയ്യട്ടെ, അതെനിക്ക് കയറില്ല, ഹു കെയർസ് എന്നുള്ള രീതിയിൽ പറയും. ഇനി അടുത്തൊരു കാര്യം എടുത്ത് പറയട്ടെ. പുതിയ UK ചില മാറ്റങ്ങൾ. 1, അണ്ടർ 16 സോഷ്യൽ മീഡിയ ബാൻ. നല്ല രീതിയിൽ പറയേണ്ട ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും ഞാനും എഗ്രി ചെയ്യുന്നു. സോഷ്യൽ മീഡിയ ബാൻ വരണം എന്ന് ഞാനും റിക്വസ്റ്റ് ചെയ്യുന്നു. ഇല്ലെങ്കിൽ വരട്ടെ, അത് നല്ല കാര്യം തന്നെയാണെന്നാണ് പറയുന്നത്. ഇത് ഇന്ത്യയിലും വരട്ടെ, അതേപോലെ എല്ലാവരുടെയും വരട്ടെ. ഇപ്പോൾ ഓസ്ട്രേലിയയിലെ കണ്ടിട്ടാണ് UK കോപ്പി അടിച്ച് ഇവിടെ കൊണ്ടുവന്ന് സോഷ്യൽ മീഡിയ ബാൻ കൊണ്ടുവരുന്നത്. എന്തായാലും നല്ല കാര്യമാണ്, അപ്രിഷ്യേറ്റ് ചെയ്യുക. കാരണം വെച്ചാൽ ഇപ്പോൾ എൻ്റെ മോളുൾപ്പെടെ ഇപ്പം ഈ പുതിയ പിള്ളേർ, ഇല്ലെങ്കിൽ ഇപ്പം നമ്മൾക്ക് ആ സമയത്ത് ഫോണില്ലാത്തതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ട് നമ്മൾ പാടത്തും പറമ്പത്തും മാങ്ങേറിയാനും മരത്തിൽ കയറിയിട്ടും മറ്റേ പാടത്തും മറ്റേ ചൂണ്ടയിടാനും മീൻ പിടിക്കാനും ഫുട്ബോൾ കളി, ക്രിക്കറ്റ് കളി, വല്ലവരെ വീട്ടിൽ കയറി മാങ്ങ പറിക്കാൻ പോകും, എല്ലാ സകല പരിപാടിയും നമ്മൾ ചെയ്തിട്ടുണ്ട്. നമുക്ക് ആ സമയത്ത് ഫോണില്ലാത്തതുകൊണ്ടായിരുന്നു തോന്നുന്നു, അല്ലേ? പക്ഷേ ഇപ്പോൾ എല്ലാവരുടെ കയ്യിലും ഫോണുകൊണ്ട് തന്നെ ജനിച്ചു വരുന്ന ഇതെൻ്റെ പുതിയ ന്യൂ ബോൺ, അവനോടൊപ്പം ഫോൺ എൻ്റെ കയ്യിൽ നിന്ന് തട്ടിപ്പറിക്കാൻ നോക്കിക്കൊണ്ടിരിക്കുന്നു. അവനെ ബാൻ ചെയ്യണം മൊത്തത്തിൽ. അതേപോലെ മോള്, എല്ലാവരും. എനിക്കൊന്ന് അതെല്ലാ വീട്ടിലും ഇതൊക്കെ തന്നെയാണ് അവസ്ഥ തോന്നുന്നു. കാരണം ഇവിടെ സ്കൂളിൽ പോകുന്ന കുട്ടികളുടെ ഒക്കെ കയ്യിൽ ഫോണുണ്ട്. ഞാൻ ഞെട്ടിയിട്ടുണ്ട്, ഈ വയസ്സിലൊക്കെ ഫോൺ കണ്ടിട്ട് പോലുമില്ല. പിന്നെ ഇപ്പോൾ അറിയാമല്ലോ, കാലം മാറി, അതുകൊണ്ട് ഇപ്പോൾ എല്ലാവരുടെ കയ്യിലും ഉണ്ടാവുമെന്ന് വിചാരിക്കാം.
പക്ഷേ ഫോണുകൾ യൂസ് ചെയ്യുന്നത് ചെറിയ ചെറിയ കുട്ടികൾ, അത് ശരിക്കും പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ സോഷ്യൽ മീഡിയ ബാൻ മറ്റേ എന്താ പറയുക, ഈ മൊബൈൽ ഫോൺ സോഷ്യൽ മീഡിയ ഈ പറഞ്ഞ പരിപാടിയൊക്കെ ബാൻ ചെയ്ത് കൊണ്ടുവരണം എന്നതിലൂടെ ഞാനും സപ്പോർട്ട് ചെയ്യുന്നു. അത് വരട്ടെ എന്നുള്ളത് തന്നെയാണ്. പിന്നെ ഫോൺ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയ അവർ യൂസ് ചെയ്യുന്നത് നമ്മൾ അത് പക്കമായിട്ട് റെസ്ട്രിക്റ്റ് ചെയ്യണം എന്നുള്ളതും ആ സമയത്ത് നമുക്കും കുറച്ച് ചൂട് വരും. അല്ലാത്ത പക്ഷം നമ്മൾ പിള്ളേരെ പറഞ്ഞു കഴിയുമ്പോൾ അവർ കാര്യം വെക്കില്ല അല്ലേ. പക്ഷേ സോഷ്യൽ മീഡിയ ബാനൊക്കെ വന്നു കഴിയുമ്പോൾ നമുക്ക് പറയാം പോലീസ് പിടിച്ചോണ്ട് പേടിപ്പിച്ച് അവിടെ ഇരുത്താം അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല കാര്യം വരട്ടെ. ഒരുപാട് മാതാപിതാക്കൾ, UK യിലുള്ള മാതാപിതാക്കൾ, ഏകദേശം 2-2.5 ലക്ഷത്തോളം ആൾക്കാർ ഈ സോഷ്യൽ മീഡിയ ബാനെ പിന്തുണച്ച് പാർലമെൻറ്റിൽ എംപിമാർ, ഏകദേശം 60ഓളം എംപിമാർ ഇതിന് പിന്തുണച്ച് നിയമം കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള സകല പരിപാടികൾ നടക്കുന്നുണ്ട്. സോ ആ ഒരു പരിപാടി നിങ്ങൾ അറിയിക്കാമെന്ന് വിചാരിക്കുന്നു. സന്തോഷ വാർത്ത. മറ്റൊരു സന്തോഷ വാർത്ത, പോലീസ്. അതെ, നമുക്കറിയാം നമ്മുടെ നാട്ടിലെ കേരള പോലീസ് പല കാര്യങ്ങൾക്ക് UK പോലീസിനെക്കാട്ടി മികച്ചതാണ് തോന്നിയിട്ടുള്ള സത്യം തന്നെ. കാരണം വെച്ചാൽ നമുക്കിപ്പോൾ ഇവിടെ എന്തെങ്കിലും പ്രശ്നം, ഇപ്പോൾ നമ്മുടെ പ്രോപ്പർട്ടീസ് എന്തെങ്കിലും അടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ പോലീസിന് വിളിച്ചാൽ പോലും പോലീസ് വന്ന് എൻക്വയറി ചെയ്ത് ഇപ്പോൾ തൊട്ടപ്പുറത്ത് ഉണ്ടെങ്കിൽ പോലും പിടിക്കാൻ പറ്റില്ല. അങ്ങനെ എത്ര കേസ് നമ്മൾ തന്നെ കണ്ടെത്തി പിടിക്കാൻ പറ്റിയിട്ടില്ല. സാധനം പോയി പിള്ളേരുടെ വീട്ടിലൊക്കെ കയറി കൊള്ളയടിച്ചും അടിച്ചു പറിച്ചൊക്കെ പോയിട്ടും പിടിക്കാൻ പറ്റിയില്ല. എന്നിട്ടിവിടെ നമ്മൾ ലീഡ്സിലൊരു മലയാളിയെ തല്ലി ചതച്ചിട്ടിട്ടും പോലീസ് വരെ പിടിച്ചിട്ടില്ല. പല കേസുകളിലും നമുക്ക് മനസ്സിലാകുന്നത് വെച്ച് കഴിഞ്ഞാൽ തെളിയിക്കപ്പെടാത്ത ഒരുപാട് കേസുകൾ. അതുപോലത്തെ ഈ പറഞ്ഞ ഈ ബാൽ ക്ലൗസ് ഒക്കെ ഇട്ട് വന്നിട്ട് പിള്ളേരെ അടിക്കുന്നതും കുത്തുന്നതും ഫോൺ അടിച്ചുകൊണ്ട് പോകുന്നതും മറ്റേത് മറിച്ച പരിപാടികളൊക്കെ വലിയ തോതിൽ കേസുകൾ എന്തു പറയുക തെളിയിക്കാതെ കിടക്കുന്നുണ്ട്. ഇപ്പം നിങ്ങൾ തെളിവ് ചോദിക്കുമായിരിക്കും, നിങ്ങൾ ഗൂഗിളിൽ കയറി സെർച്ച് ചെയ്യും. ഞാൻ ഗൂഗിൾ സെർച്ച് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ തെളിവെടുത്ത് കാണിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മളിപ്പോൾ വീഡിയോ ചെയ്യുന്നൊരു ആംഗിൾ അങ്ങോട്ട് ശരിയല്ല. കാരണം വെച്ചാൽ മൈക്ക് പരിപാടി കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിപ്പോൾ വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ദിവസത്തേക്ക് നമ്മളിങ്ങനെ വീഡിയോ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഇതൊക്കെ പലവട്ടം ഞാൻ കാണിച്ചിട്ടുണ്ട്. പല കേസുകൾ, മേഡേഴ്സ്, പല കാര്യങ്ങളൊക്കെ സോർട്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പം ഞാൻ തന്നെ പല കേസുകൾക്ക് പോലീസിനെ വിളിച്ചിട്ട് പരിപാടികളൊക്കെ നടക്കാൻ കുറച്ച് പാടായിരുന്നു. പക്ഷേ ഇപ്പോൾ പുതിയ US മോഡൽ FBI നമ്മുടെ ഷബാന മഹമ്മൂദ് കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് റൂറൽ ഏരിയാസ് ഏകദേശം 15 മിനിറ്റിൻ്റെ അടുത്തും 20 മിനിറ്റിനകത്തും പോലീസിനെ വിളിച്ചിട്ട് അവർ റെസ്പോണ്ട് ചെയ്യണം എന്നുള്ളതാണ് പുതിയ നിയമം. അതേപോലെ തന്നെ ഫ്രോഡ് കേസുകൾ, ഷോപ്പ് ലിഫ്റ്റിംഗ് കേസുകൾ, ഇതിനൊക്കെ വേണ്ടി സെപ്പറേറ്റ് ഫണ്ട് ഗവൺമെൻറ് ഇഷ്യൂ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു ഫ്രോഡ് കേസ് വന്നു കഴിഞ്ഞാൽ തന്നെ പോലീസ് കേസെടുക്കാൻ അവർക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടെന്നേ. കാരണം വെച്ച് കഴിഞ്ഞാൽ അത്ര ഈസി അല്ല ഈ പോലീസിന് കേസെടുക്കുക എന്ന് പറയുമ്പോൾ. ചടങ്ങുകളുണ്ട്. പിന്നെ ഇഷ്ടം പോലെ തട്ടിപ്പുകാർ ഇവിടെ ഉള്ളതുകൊണ്ട് തന്നെ പല രീതിയിൽ തട്ടിപ്പ് ഡെയിലി പെൻഡിങ് കേസുകൾ ലോഡായി കിടക്കുന്നുണ്ട്. അങ്ങനെ കുറേ ഇഷ്യൂസ് ഉണ്ട്. ഇതൊക്കെ റിപ്പോർട്ടുകൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ വെബ്സൈറ്റ്സിലും അവിടെയൊക്കെ കിട്ടുന്ന ഓഫീസ് ഓഫ് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ വെബ്സൈറ്റിലൊക്കെ കിടക്കുന്നുണ്ട്. ഇതൊക്കെ പോയി തപ്പിയിടയ്ക്ക് കാണുക, മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഇതേപോലെയുള്ള തട്ടിപ്പ് വെട്ടിപ്പ് കൊള്ള പരിപാടികളൊക്കെ ഉടനടി നിർത്തണം എന്നുള്ളതാണ് പുതിയ പോലീസിൻ്റെ റിഫോർമേഷനിൽ അവർ കൊണ്ടുവരുന്നത്. നല്ല കാര്യം, അപ്രീഷിയേറ്റ് ചെയ്യുന്നു. പോലീസ് US മോഡൽ FBI പോലെ വരട്ടെ. തട്ടിപ്പുകൾ, വെട്ടിപ്പുകൾ, ഇല്ലീഗലായിട്ട് വർക്ക് ചെയ്യുന്നവരെ, ഇല്ലീഗൽ ഇമിഗ്രൻസിനെ തൂക്കിയെടുത്തുകൊണ്ട് പോവുക, പല പരിപാടികളും ഈ പരിപാടി നടക്കും. ഓക്കെ, സോ ഈ ഒരു പരിപാടി കഴിഞ്ഞ ദിവസമാണ് ഷബാന മഹമ്മൂദ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. സ്വാഭാവികം, ഒരു പ്രപ്പോസൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിനെ എതിർത്തിട്ടും അതിനെ സപ്പോർട്ട് ചെയ്തിട്ടും ഒരുപാട് ആൾക്കാർ വരും. കഴിഞ്ഞ ദിവസം പോലീസ് മറ്റേ സേനയുടെ എണ്ണസംഖ്യ കുറച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. മേ ബി അതിൽ പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തന്നെ പറയുന്നത്, കാര്യക്ഷമത ഇല്ല എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ കാര്യക്ഷമമാക്കാൻ വേണ്ടി കുറച്ച് ആൾക്കാരെ കുറച്ച് കൂടുതൽ ഫണ്ട് ചെയ്ത് സ്ട്രോങ് ആയിട്ടുള്ള പോലീസ് ഫോഴ്സിനെ ക്രിയേറ്റ് ചെയ്യുന്നതിൽ ഞാനും എഗ്രി ചെയ്യുന്നത് ഷബാന മഹമ്മൂദ് കൊണ്ടുവരുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. തീർച്ചയായിട്ടും പോലീസ് ഫോഴ്സിനകത്ത് നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് നീതി കിട്ടണം ഉടനടി. അതിന് ബ്രില്യൻ്റ് ആയിട്ടുള്ള നല്ല സ്ട്രോങ് ആയിട്ടുള്ള പോലീസ് ഓഫീസേഴ്സ് വരണം. പെട്ടെന്ന് തന്നെ പരിപാടികൾ സോർട്ട് ചെയ്യണം. മറ്റേ എന്താ പറയുക, ഈ ഹെയ്റ്റ് ക്രൈംസിനെ കുറിച്ചും അത് തടയുന്നതിനും, അതേപോലെ തന്നെ നമുക്ക് അറിയാമല്ലോ ടെററിസം പരിപാടികൾക്കൊക്കെ ടാക്കിൾ ചെയ്യാനായിട്ട് പുതിയ സംവിധാനങ്ങളുമായിട്ട്
ഗവൺമെൻറ് വന്നിരിക്കുന്നത്. കാരണം കുറേ ഈ 100-200 വർഷത്തിന് ശേഷം ഒരു റിഫോമിങ് പരിപാടി കൊണ്ടുവന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ അപ്രിഷ്യേറ്റ് ചെയ്യണം, വിമർശിക്കേണ്ടതായിട്ടുള്ളൊരു കാര്യമില്ല. പരിപാടി വരട്ടെ. ഇവിടുത്തെ ക്രമസമാധാനം നല്ല രീതിയിൽ പാലിക്കാനായിട്ട് ഇവർക്ക് സാധിക്കട്ടെ എന്നുള്ളതാണ് നമുക്ക് ആഗ്രഹിക്കുന്നുള്ളൂ. അപ്പോൾ ഇങ്ങനെ കുറച്ച് നല്ല ന്യൂസുകൾ വന്നിട്ടുണ്ട്. ഒക്കെ ഷെയർ ചെയ്യുക. ന്യൂസൊക്കെ അറിയണ്ടേ നമുക്ക് ഡെയിലി. എന്നാലേ നമുക്ക് ഇവിടെ തൊട്ടപ്പുറത്ത് നടക്കുന്നത് ഇപ്പുറത്ത് നടക്കുന്നത് എന്താണ് വരാൻ പോകുന്നതൊക്കെ അറിയാൻ പറ്റുള്ളൂ. സോ കാര്യം പറഞ്ഞു തന്നാണ് കേട്ടോ. കാണാം.